കറക്റ്റായിട്ടുള്ള പ്രൊപ്പോർഷനിൽ ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തിക്കുമ്പോഴാണ് അതിനകത്ത് ഓപ്റ്റിമൽ ആയിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് കിട്ടുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ എത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കഴിക്കുന്ന കാര്യമല്ലേ, അപ്പോൾ നമ്മളത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഞാൻ ഇനി പറയാൻ പോകുന്നത് 100 ഗ്രാമിൻ്റെ കണക്കുകളാണ് കേട്ടോ. അതായത് തൈരിനകത്ത് ഏകദേശം 10 ഗ്രാം, ചിക്കനകത്ത് ഏകദേശം 25 ഗ്രാം, ഇപ്പോൾ നോൺ വെജ് ഏത് മീറ്റ് ഐറ്റം ആണെങ്കിൽ ഏകദേശം 20-25 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. മുട്ടയ്ക്കകത്ത് ഏകദേശം 10 ഗ്രാം, കാഷ്യൂനട്ട് അല്ലെങ്കിൽ ആൽമണ്ട്, പിസ്താഷ്യോസ് ഇതിനകത്തൊക്കെ ഏകദേശം 20 ഗ്രാം പ്രോട്ടീൻ. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പനീർ, ടോഫു. അപ്പോൾ ഇതിനകത്തൊക്കെ ഏകദേശം വളരെ നല്ല അളവിൽ നല്ല പ്രോട്ടീൻസ് അവൈലബിൾ ആണ്. അതും ഏകദേശം 20 ഗ്രാമാണ് കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സോയാബീൻ. അത് വെജിറ്റേറിയൻ ആണ് എങ്കിൽ പോലും അതിനകത്ത് ഏറ്റവും കൂടുതൽ ഈവൻ മീറ്റിനോട് പോലും കിടപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോട്ടീൻസ് ഏകദേശം 35 ഗ്രാം പ്രോട്ടീൻസ് സോയാബീൻസിൽ അവൈലബിൾ ആണ്. പിന്നെ മീനും വളരെ നല്ലൊരു പ്രോട്ടീൻ്റെ ഒരു കലവറയാണ്. പിന്നെ വേറെ കാര്യം ഇതിൻ്റെ പ്രിപ്പറേഷനാണ്. നമ്മൾ ഒത്തിരി ഓയിലി ആയിട്ടുള്ള കാര്യങ്ങളും മസാലയൊക്കെ ചേർത്ത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട പ്രോട്ടീൻസ് ആയിരിക്കത്തില്ല, പക്ഷേ ശരീരത്തിനകത്ത് കൂടുതൽ ടോക്സിൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ മാക്സിമം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. സോ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഇതിനെ തന്നെ പല ദിവസങ്ങളിലാക്കിയിട്ട് പല ടേസ്റ്റുകളിൽ തീർച്ചയായിട്ടും ഇൻടേക്ക് ചെയ്യാൻ ശ്രമിക്കുക.